ഓരോ ദിനവും ഖുർആനിനൊപ്പം നന്മ വഴി 241 ദിവസം. സൂറത്തുൽ ബഖറ 231. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَإِذَا طَلَّقْتُمُ النِّسَاءَ فَبَلَغْنَ أَجَلَهُنَّ فَأَمْسِكُوهُنَّ بِمَعْرُوفٍ أَوْ سَرِّحُوهُنَّ بِمَعْرُوفٍ وَلَا تُمْسِكُوهُنَّ ضِرَارًا لِتَعْتَدُوا وَمَنْ يَفْعَلْ ذَلِكَ فَقَدْ ظَلَمَ نَفْسَهُ ولا تتخذوا آيات الله هزوا واذكروا نعمة الله عليكم وما أنزل عليكم من الكتاب والحكمة يعظكم به واتقوا الله واعلموا أن الله بكل شيء عليم. നിങ്ങൾ സ്ത്രീകളെ ത്വലാഖ് ചെയ്യുകയും അവർ ഇദ്ദ പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ ന്യായമായ രീതിയിൽ ഭാര്യയായി നിലനിർത്തുകയോ അല്ലെങ്കിൽ ന്യായമായ രീതിയിൽ പിരിച്ചയക്കുകയോ ചെയ്യണം. പീഡിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവരെ പിടിച്ചു നിർത്തരുത്. അത് നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിക്കലായിരിക്കും. അപ്രകാരം ചെയ്യുന്നവൻ തന്നോട് തന്നെയാണ് അക്രമം പ്രവർത്തിച്ചത്. ദൈവിക സൂക്തങ്ങളെ പരിഹാസ്യമായിട്ടെടുക്കാതിരിക്കുവിൻ. അള്ളാഹു നിങ്ങളിൽ വർഷിച്ച അനുഗ്രഹങ്ങൾ ഓർക്കുവിൻ. അള്ളാഹു നിങ്ങൾക്ക് ഇറക്കിത്തന്ന വേദത്തെയും തത്വജ്ഞാനത്തെയും ആദരിക്കണമെന്ന് അവൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. അള്ളാഹുവിനോട് ഭക്തിയുള്ളവരായിരിക്കുവിൻ. അള്ളാഹു സകല സംഗതികളും ആഴത്തിൽ അറിയുന്നവനെന്ന് മനസ്സിലാക്കുവിൻ. മാന്യതയും സൽക്കർമ്മവും സൽപെരുമാറ്റവും ഈ ജീവിതത്തിൻ്റെ അന്തരീക്ഷത്തിന്മേൽ ആധിപത്യം ചെലുത്തണം. ജീവിതത്തിൻ്റെ ചരടുകൾ അറ്റുപോകട്ടെ, പോകാതിരിക്കട്ടെ. ദ്രോഹബുദ്ധിയും ഉപദ്രവചിന്തയും അതിൻ്റെ മൂലകങ്ങളായിക്കൂടാ. ഹൃദയ കാലുഷ്യം മൂലം വിവാഹമോചനവും ബന്ധവിച്ഛേദനവും നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിലും വിട്ടുവീഴ്ചയുടേതായ ഈ ഉന്നത നിലവാരം സാക്ഷാത്കൃതമാവണമെങ്കിൽ ഭൗതിക ജീവിതത്തിൻ്റെ താൽപ്പര്യങ്ങളെക്കാൾ ഉന്നതമായ ചില മൂലകങ്ങൾ കൂടിയേ തീരൂ. മനസ്സുകളെ കോപത്തിൽ നിന്നും രോഷത്തിൽ നിന്നും ഉയർത്തുന്ന മൂലകം. ചെറിയ ഈ സംഭവ ലോകത്തിനപ്പുറം ജീവിതത്തിൻ്റെ ചക്രവാളങ്ങളെ വികസ്വരമാക്കുന്ന മൂലകം. അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ മൂലകം. അന്ത്യദിനത്തിലുള്ള വിശ്വാസമെന്ന മൂലകം. ഈ മൂലകങ്ങളിൽ ഉത്തുംഗമമായ സത്യവിശ്വാസം മുതൽ ഭക്ഷണം, ആരോഗ്യം മുതലായവ വരെയുള്ള വിവിധ രൂപങ്ങളിലുള്ള അനുഗ്രഹങ്ങൾ ഉൾപ്പെടുന്നു. വിഫലമായ ബാന്ധവങ്ങൾക്കും വിനഷ്ടമായ ചെലവുകൾക്കും പകരം കൊണ്ടുവരുന്ന ദൈവഭക്തിയും ശുഭപ്രതീക്ഷയും ഭാര്യാഭർത്തൃബന്ധങ്ങളുടെ ചരടുകൾ പൊട്ടിയാലും പൊട്ടാതിരുന്നാലും നന്മക്കും സൽവൃത്തിക്കും മാന്യതക്കും മുൻതൂക്കം നൽകപ്പെടണം എന്നതാണ് പ്രസ്തുത 2 സൂക്തങ്ങളും പ്രഖ്യാപിക്കുന്നത്. ജാഹിലിയ കാലത്ത് അതിൻ്റെ പാരുഷ്യവും അപഭ്രംശവും നിമിത്തമായി സ്ത്രീ വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. ചിലപ്പോൾ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട കുഞ്ഞായും അല്ലെങ്കിൽ ജീവിതം മുഴുവൻ നിന്ദ്യതയും നിസ്സാരതയും പേറുന്ന പെണ്ണായും അവൾ കഷ്ടതകളെ നേരിട്ടു. ആണുങ്ങളുടെ ഉപഭോഗ വസ്തുക്കളിൽ ഒന്നു മാത്രമായി അവൾ ഗണിക്കപ്പെട്ടു. ഒട്ടകവും കുതിരയും അവളെക്കാൾ വില കൂടിയവയും ആദരിക്കപ്പെടുന്നവയുമായിരുന്നു. വിവാഹമോചനം ചെയ്യപ്പെട്ടാൽ അവൾക്ക് പുതിയൊരു ഭർത്താവിനെ സ്വീകരിക്കണമെങ്കിൽ ഉപേക്ഷിച്ച മുൻ ഭർത്താവിൻ്റെ അനുമതി വേണമായിരുന്നു. പലപ്പോഴും അയാൾ അവളെ പുനർവിവാഹത്തിൽ നിന്ന് തടഞ്ഞു. ചിലപ്പോൾ അയാൾ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടും അവൾ തിരിച്ചു പോകുന്നതിനെ അവളുടെ വീട്ടുകാർ തടഞ്ഞു. പൊതുവിൽ വളരെ നിന്ദ്യതയോടും നിസ്സാരതയോടും കൂടിയാണ് സമൂഹം അവളെ നോക്കിക്കണ്ടത്. അക്കാലത്ത് ഭൂമിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന എല്ലാ ജാഹിലിയ വ്യവസ്ഥിതികളിലും അവളുടെ സ്ഥിതി ഇതുതന്നെയായിരുന്നു. പിന്നീട് ഇസ്ലാം വന്നു. ഇവിടെ ചില
മാതൃകകളിൽ കണ്ടതുപോലെ സ്ത്രീയുടെ ജീവിതത്തിലൂടെ അത് സുഖശീതളമായ ഒരിളം കാറ്റ് വീശി അവളെ സംബന്ധിച്ച വീക്ഷണങ്ങളുടെ നിലവാരമുയർത്തി. സ്ത്രീയും പുരുഷനും പടച്ചവൻ പടച്ച ഒരൊറ്റ ആത്മാവിൽ നിന്നുണ്ടായതാണെന്ന സത്യം അംഗീകരിക്കപ്പെട്ടു. സുഹൃതങ്ങൾ നിറഞ്ഞ ഭാര്യാഭർത്തൃബന്ധങ്ങൾ ആരാധനയുടെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.